നമസ്കാരം. പ്രധാന വാർത്തകൾ. അമ്മ തെരഞ്ഞെടുപ്പ്. അംഗങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കരുത്. പരസ്യ പ്രതികരണങ്ങൾക്ക് വിലക്ക്. മലയാളത്തിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അംഗങ്ങൾക്ക് പരസ്യ പ്രതികരണങ്ങൾക്ക് വിലക്ക്. ആഭ്യന്തര വിഷയങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കരുതെന്നാണ് നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഓഗസ്റ്റ് 15 വരെ സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കരുതെന്ന കർശന നിർദ്ദേശമാണുള്ളതെന്നാണ് റിപ്പോർട്ട്. അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ നിന്ന് ജഗദീഷ് പിന്മാറിയതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ എത്താൻ സാധ്യത കൂടിയിരുന്നു. ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ എന്നിവരും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നൽകിയ പത്രിക പിൻവലിച്ചതോടെ മത്സരം ശ്വേതയും ദേവനും തമ്മിലായി. KSU പ്രവർത്തകന് ക്രൂരമർദ്ദനം. ഡിവൈഎഫ്ഐ CPM പ്രവർത്തകർ സംഘം ചേർന്ന് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കണ്ണൂർ കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ അസൈനാറിനാണ് മർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ അസൈനാർക്ക് ഗുരുതരമായി പരിക്കേറ്റു. 3 പേർ ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഡിവൈഎഫ്ഐ CPM പ്രവർത്തകർ ചേർന്നാണ് KSU പ്രവർത്തകനെ ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് പരാതി. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അസൈനാറിനെ വളഞ്ഞിട്ട് ആക്രമിച്ചത്. 3 പേർ ചേർന്ന് അസൈനാറിനെ തല്ലിച്ചതയ്ക്കുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആലപ്പുഴയിലെ പാലം അപകടം. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശം. ആലപ്പുഴ ജില്ലയിലെ കീച്ചേരിക്കടവ് പാല നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ചു. സംഭവത്തിൽ പാലം നിർമ്മാണ കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മന്ത്രി PM മുഹമ്മദ് റിയാസാണ് ഇക്കാര്യം അറിയിച്ചത്. നിർമ്മാണ ചുമതലയിലുണ്ടായിരുന്ന പൊതുമരാമത്ത് പാലങ്ങൾ വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ എന്നിവരെ സസ്പെൻഡ് ചെയ്യാനും പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. കൊടിസുനി ഉൾപ്പെടെ 3 പേർക്കെതിരെ കേസ്. TP കേസ് പ്രതി കൊടിസുനിയുടെയും സംഘത്തിന്റെയും പരസ്യ മദ്യപാനത്തിൽ കേസെടുത്ത പോലീസ്. കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കൊലക്കേസ് പ്രതിയായ കൊടിസുനിക്ക് മദ്യം കഴിക്കാൻ അവസരമൊരുക്കിയ സംഭവത്തിൽ കണ്ണൂരിൽ 3 സിവിൽ പോലീസുകാരെ ദിവസങ്ങൾക്ക് മുമ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു. തലശ്ശേരി കോടതിയിൽ നിന്ന് വരുന്ന വഴിയാണ് പ്രതികൾ മദ്യം കഴിച്ചത്. രാജ്യത്ത് 344 പാർട്ടികളെ ഒഴിവാക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ 6 പാർട്ടികൾക്ക് രജിസ്ട്രേഷൻ ഇല്ല. അംഗീകാരമില്ലാതെ രജിസ്റ്റർ ചെയ്ത 344 പാർട്ടികളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിലെ 6 പാർട്ടികളുടെ രജിസ്ട്രേഷനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയതിൽ ഉൾപ്പെടുന്നു. RSPB, NDP, സെക്കുലാർ എന്നിവയുടെ രജിസ്ട്രേഷനും റദ്ദാക്കി. രാജ്യത്ത് 6 ദേശീയ പാർട്ടികളാണ് ഇപ്പോഴുള്ളത്. BJP, കോൺഗ്രസ്, CPM, BSP, AAP, NPP എന്നിവയാണ് ദേശീയ കക്ഷികൾ. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ക്രമക്കേട്. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ക്രമക്കേട് ആരോപിച്ച് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് വിഷയത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മുമ്പേ തന്നെ പരാതി നൽകിയിരുന്നതായും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു. എന്നാൽ വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്ക് വോട്ട് ചെയ്യാമെന്ന നിലപാടാണ് അന്ന് കളക്ടർ സ്വീകരിച്ചതെന്നും ജോസഫ് ടാജറ്റ് ആരോപിച്ചു. തെരഞ്ഞെടുപ്പിന് വേണ്ടി വോട്ട് ചേർത്തെന്നും വോട്ടെടുപ്പിന് ശേഷം ഈ വീട് വിട്ടുപോയതായി അദ്ദേഹം പറഞ്ഞു. ഭാരത് ഹെറിറ്റേജ് എന്ന വീട്ടുപേരിലാണ് സുരേഷ് ഗോപിയുടെയും അനിയന്റെയും കുടുംബം വോട്ട് ചേർത്തത്. 11 വോട്ടുകളാണ് അവിടെ ചേർത്തത്. തെരഞ്ഞെടുപ്പിന് ശേഷം ആ വീട് മുംബൈ കേന്ദ്രീകരിച്ച് നടക്കുന്ന കമ്പനിക്ക് കൊടുത്തെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. സി സദാനന്ദൻ വധശ്രമ കേസ്. പ്രതികളെ ജയിലിലെത്തി കണ്ട P ജയരാജൻ. RSS നേതാവ് സി സദാനന്ദൻ വധശ്രമ കേസിൽ ജയിലിൽ കഴിയുന്ന CPMകാരെ കണ്ട് CPM നേതാവ് P ജയരാജൻ. അവർക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചെന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ച ജയരാജൻ അസുഖമുള്ളവർക്ക് വേണ്ട ചികിത്സ ഒരുക്കിയിട്ടുണ്ട്. ഇനി വീടുകളിൽ പോയി അവരുടെ കുടുംബങ്ങളെ കാണുമെന്നും കൂട്ടിച്ചേർത്തു. ചിറ്റൂർ പുഴയിൽ കുളിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട 2 വിദ്യാർത്ഥികൾ മരിച്ചു. രാമേശ്വരം സ്വദേശി ശ്രീഗൌതം, അരുൺകുമാർ എന്നിവരാണ് മരിച്ചത്. ഏറെ നേരം നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ചെക്ക് ഡാമിന്റെ ഓവുചാലിൽ അരുൺകുമാറിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുളിക്കാനിറങ്ങി 10 അംഗ വിദ്യാർത്ഥി സംഘത്തിലെ കോയമ്പത്തൂർ സ്വദേശികളായ യുവാക്കളാണ് അപകടത്തിൽപ്പെട്ടത്. ഷൺമുഖം കോസ്വേയുടെ വശത്തുള്ള ഓവുചാലിൽ യുവാക്കൾ അകപ്പെടുകയായിരുന്നു. 57 കുട്ടികൾക്ക് ചിക്കൻ ബോക്സ്. LP, UP വിഭാഗങ്ങൾ ഒരാഴ്ചത്തേക്ക് അടച്ചു. ആദവനാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ ചിക്കൻ ബോക്സ് വ്യാപനം. 57 കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിച്ചു. സ്കൂളിലെ LP, UP വിഭാഗങ്ങൾ ഒരാഴ്ചത്തേക്ക് അടച്ചു. ഹൈസ്കൂൾ ക്ലാസുകൾ ആരോഗ്യവകുപ്പിന്റെ കർശന നിർദ്ദേശങ്ങൾ പാലിച്ച് പ്രവർത്തിക്കും. പനിയോ രോഗലക്ഷണമോ ഉള്ള കുട്ടികൾ വീട്ടിൽ തന്നെ തുടരണമെന്നും സ്കൂളിലെത്തുന്ന മുഴുവൻ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും മാസ്ക് നിർബന്ധമായി ധരിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. നിമിഷപ്രിയയുടെ വധശിക്ഷ. പുതിയ തീയതി തേടി അറ്റോർണി ജനറലിനെ കണ്ട തലാലിന്റെ സഹോദരൻ. യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ നിലപാട് ഘടിപ്പിച്ച് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ. വധശിക്ഷയ്ക്ക് പുതിയ തീയതി നിശ്ചയിക്കണമെന്ന ആവശ്യം ആവർത്തിക്കുകയാണ് തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്ത മെഹദി. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ പുതിയ തീയതി ആവശ്യപ്പെട്ട് അറ്റോർണി ജനറലിനെ കണ്ടതായി അബ്ദുൾ ഫത്ത മെഹദി വെളിപ്പെടുത്തി. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇക്കാര്യം അറിയിച്ചത്.